ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ പോയതാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 3 o'clock അവിടെ എത്തി. നമ്മുടെ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ കേട്ടോ വരുന്നത്. 10 rupees പെർ ഹെഡ് അവിടെ എൻട്രൻസ് ഫീസ് ഉള്ളത്. പിന്നെ നമുക്ക് ടൈമിംഗ് 2 hours അവൈലബിൾ ആണ്, 1 hour ജേർണി അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരു ബോട്ടിൽ നമുക്ക് ഏകദേശം 8 പേരും 2 കുട്ടികളൊക്കെ അലൗഡ് ആണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് നമ്മുടെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയുടെ ഒരു ലാർജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഒറ്റ നോട്ടത്തിലുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 20-25 minutes ഒക്കെ വെയിറ്റ് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് കുറച്ച് റഷ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സാധാരണ ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ ഏകദേശം ബോട്ടിലേക്ക് കയറി ഇങ്ങനെ കുറേ പോന്നു. അപ്പോൾ ആ സൈഡുകളിലൊക്കെ എനിക്ക് കുറേ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് അവർ പറയുന്നത്. നമ്മളിത് കുറച്ചും കൂടി ഇങ്ങനെ പോന്നു. അപ്പോൾ ആ കാണുന്നത് കടലുണ്ടി പാലമാണ്. പിന്നെ ഇതാണ് മാൻഗ്രോവ്സ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ഒരുപാട് കുറച്ചിങ്ങോട്ടേക്ക് പോന്നു. ആ അവിടുത്തെ മാൻഗ്രോവ്സിലേക്കാണ് ആ കാണുന്ന മാൻഗ്രോവ്സിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കടലുണ്ടി പാലം എന്ന് പറയുന്നത്. കോഴിക്കോട്ടുകാർക്ക് എന്ന് പറയുക ഫിഷിംഗ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ അവിടെ ഇങ്ങനെ കിട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ കടലുണ്ടി പാലം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു അഴിമുഖമാണ്, ലഗൂണാണ്. കാരണം ഇത് കടലും കായലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. റെയിനി സീസണിലൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. ആ സമയത്ത് നമുക്ക് കടലും കായലും തമ്മിൽ നന്നായിട്ട് വേർതിരിച്ച് കാണാൻ പറ്റും. കടലിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കളർ, ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലാണല്ലേ വരുന്നത്. കായലിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കലർന്നിട്ടുള്ള ഒരു വെള്ളമാണ് കൂടുതൽ. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. നമ്മൾ റെയിനി സീസണിലൊക്കെ വന്ന് കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ മാൻഗ്രോവ്സിലേക്ക് എത്തി. മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറിലാട്ടോ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ പച്ച കളറിൽ ഈ കാണുന്ന ഈ മാൻഗ്രോവ്സ് നിറയെ ഇതിൽ തന്നെ 1000 roots ഒക്കെ ഉണ്ടായിരിക്കും. ഒരു 1000കണക്കിന് വേരുകളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ആക്ച്വലി ഇത് ഒരിക്കലും നാച്ചുറൽ വണ്ണല്ല, ഇത് പ്ലാന്റ് ചെയ്തതാണ്. നാച്ചുറൽ വൺ നമുക്ക് കുറച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലും നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ കുറേ ബോട്ടുകളുണ്ട്. ഇപ്പം നമ്മളിതാ ഒരു തുരുത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ അവിടുന്ന് ചോദിച്ചിരുന്നു, ബേർഡ് സാങ്ച്വറി ആണല്ലോ, ഇതുവരെ നമ്മൾ ഒരു ബേർഡിനെയും കണ്ടിട്ടില്ല, പിന്നെ നമുക്കങ്ങനെ തുരുത്തിലേക്കൊന്നും കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ പറയുന്നത് മോർണിംഗ് ടൈമിലാണ് നല്ല ടൈം വരാനും നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാനും ഒരു നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാനൊക്കെ പറ്റിയ സമയം മോർണിംഗ് ടൈമാണ്. ഈ സമയത്ത് വെള്ളം കുറച്ച് കുറവായിരിക്കും. വേലിയേറ്റുള്ള സമയത്ത് മാത്രമേ നമുക്ക് കുറേ തുരുത്തുകളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബോട്ട് മണ്ണിൽ താഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് ചെറിയൊരു സംഭവമാണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെ വന്നൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗോഡ്സ് ഓൺ കൺട്രി കാണാൻ വന്നതാണെന്നാണ്. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കാരണം തോണിച്ചേട്ടൻ നമ്മളോട് കുറേ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പക്ഷേ ശരിക്കും എൻജോയ് ചെയ്യുന്നത്, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കടലുണ്ടി പാലം നമ്മൾ നേരത്തെ കണ്ടല്ലോ, കടലുണ്ടി പാലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ 2001 കടലുണ്ടി തീവണ്ടി അപകടമൊക്കെ ഉണ്ടായി, കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ട്രെയിനും ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ എടുത്തതാണ് വീഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ നാച്ചുറലി ഉള്ള നമ്മളെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലുള്ള മാൻഗ്രോവ്സ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കത് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ആ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൽക്കാടുകളും. കാരണം പ്ലാന്റഡ് ആയിട്ടുള്ളത് ഭയങ്കര തിക്കായിട്ടുള്ള ലീഫാണ്. ഇത് കുറച്ച് ലീഫൊക്കെ ഇലകളൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോകുന്നുണ്ട്. മറ്റേത് കുറച്ചും കൂടി തിക്കാണ്. കുറച്ച് ബേർഡ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉള്ള പക്ഷെ അത്ര
കാക്കയ്ക്കാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല രസമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ചില 1-2 ബേർഡ്സിനൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ നാട്ടിൽ അങ്ങനെ കാണാത്ത ചില ബേർഡ്സിനൊക്കെ കണ്ടു. പക്ഷേ അങ്ങനെ റെയർ ആയിട്ടുള്ള അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത് ഒരു അങ്ങനെ ദേശാടന പക്ഷികളൊന്നും വരുന്ന സമയമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതേ ഇവിടെയും നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ തോണിച്ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ നിർത്തി തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിർത്തിയപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇതേ കണ്ടോ, കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എക്കോസിസ്റ്റം ആട്ടോ. മീനുകൾ മാത്രമല്ല, വേറെയും കുറേ ജീവികളുണ്ട്. അപ്പോൾ നമുക്ക് അത് വീഡിയോസിലോ അല്ലെങ്കിൽ ഫോട്ടോസിലോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും കുഞ്ഞു ജീവികളാണ്. പിന്നെ നമ്മുടെ തോണിച്ചേട്ടൻ ഇഷ്ടം പോലെ ഫോട്ടോസ് അവർക്കൊക്കെ എടുത്തു തരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കല്ലുമ്മക്കായ പിടിക്കുന്ന അല്ലെങ്കിൽ കോരുന്ന എന്താ പറയാമെന്ന് എനിക്കറിയില്ല, അതിനുള്ള ഫിഷ് നെറ്റ് ഇട്ടിട്ടിരിക്കുന്നതാണ്, അല്ലാതെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നത്. അപ്പോൾ അവർ ഈ തോണിച്ചേട്ടൻ പറയുന്നത് ഇവർ തോണി ഇങ്ങനെ നിർത്തിയിട്ട് എന്നിട്ട് അവരിറങ്ങിയിട്ട് ഈ കല്ലിൻ്റെ പൊത്തിലൊക്കെ ധാരാളം മീനുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സൈഡിലേക്ക് തോണി അടുപ്പിച്ചിട്ട് അത് പിടിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ മുങ്ങുന്നുണ്ട് പിടിക്കുന്നത്. പിന്നെ ഇത് മീൻ കിണറുകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള മീനുകളെയൊക്കെ ഇതിൽ വളർത്തും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പോന്നു. പിന്നെ കുറച്ച് സൺസെറ്റൊക്കെ കണ്ടു. കുറച്ച് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും, അതിനാണല്ലോ നമ്മൾ മെയിനായിട്ട് വരുന്നത്, വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസും. പിന്നെ നമ്മൾ കുറേ വർത്തമാനം പറയാനൊക്കെ തുടങ്ങി. അവരും നമ്മളായിട്ട് ആ ഒരു ഫാമിലി നമ്മളായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അവരും പിന്നെ ഈ തോണിച്ചേട്ടൻ്റെ കുറേ എക്സ്പീരിയൻസും അങ്ങനെ കുറേ വർത്താനം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കര ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല വൈബായിരുന്നു. നമ്മളും ഫാമിലി, അവരും ഫാമിലി. തോണിച്ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പണ്ടത്തെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ എങ്ങനെയായിരുന്നു, ശരിക്കും ഇവരാണ് കേട്ടോ എൻജോയ് ചെയ്യുന്നത്. നമുക്ക് അത്രയും ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. നല്ല ഒരു പ്ലേസാണ്. നിങ്ങൾക്കൊരു ഹാഫ് ഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി പ്ലേസാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും നമുക്ക് കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാട്ടും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2-3 ബോട്ടിലൊക്കെ അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസ്, ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ വീണ്ടും ഒരു ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് സൺസെറ്റ് കുറച്ച് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ, എല്ലായിടത്തുനിന്നും സൺസെറ്റ് ഇടും. അപ്പോൾ എന്നെ കളിയാക്കുന്നുണ്ട്, എൻ്റെ തോട്ടിലാണ് ഇവളുടെ സൺസെറ്റ് കടലിലല്ല കായലിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ട്രെയിൻ പോയ ആ പാലത്തിന് താഴെ കൂടിയാണ് ഇപ്പോൾ നമ്മളെ ബോട്ട് പോകുന്നത്. നമ്മുടെ സണ്ണ് ഇപ്പോൾ കായലിൽ താഴാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് സൺസെറ്റ് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഈവനിങ്ങിൽ വന്നുകൊണ്ടാണ്. മോർണിംഗ് ടൈമിൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈവനിങ് ടൈമിൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. മോർണിംഗ് ടൈം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ബേർഡ്സിനെയും അതുപോലെ തന്നെ കുറച്ചും കൂടി തുരുത്തുകളിലൊക്കെ കയറി അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് നോർമലി വെള്ളമുള്ള സ്ഥലങ്ങളിലൂടെ പോകാമെന്നല്ലാതെ അങ്ങനെ ചെറിയ തുരുത്തുകളിലൂടെ കയറിപ്പോയി അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല. പക്ഷേ എന്നാലും ഇത് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഏകദേശം നമ്മൾ ഇപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ പോയി നമ്മളിങ്ങനെ ചുറ്റി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് ബോട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു 27 ബോട്ട് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചെത്തി നമ്മൾക്കും ഇറങ്ങണം, അവർക്കും ഇറങ്ങണം. അപ്പോൾ അതിങ്ങോട്ട് കയറുന്ന അവിടേക്ക് അടുപ്പിച്ച് നിർത്തണം, ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് ഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്, നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. കുറച്ചും കൂടി മോർണിംഗ് ടൈം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാച്ചുറലിയും കൂടിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. 2 hours വേർത്താണ്. ഇനി 1 hour ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു. അപ്പോൾ ആരും വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.